ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇംഗ്ലീഷിൻ്റെ PYQ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ഈ പുതിയൊരു സീരീസ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് നോക്കുന്നത്. അതിൽ LDCക്ക് അതുപോലെ LPSA UPSA പോലുള്ള എക്സാമുകൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു വന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ ആണ് നമ്മൾ പഠിച്ചു പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ PSC ഇംഗ്ലീഷ് ഉൾപ്പെടുന്ന ഒരു എക്സാം ഉണ്ടെങ്കിൽ എല്ലാ എക്സാമിനും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് നോക്കാം. എന്തായിരുന്നു ചോദ്യം? എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. എന്താണ് ആൻസർ? ഹേർഡ് ഓഫ് കാറ്റിൽ. ഹേർഡ് ഓഫ് കാറ്റിൽ കളക്റ്റീവ് നൗൺസ് ആണല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കളക്റ്റീവ് നൗൺസ് പഠിച്ചു പോവാം. നോക്കൂ, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. എന്താണ്? എ ഫ്ലീറ്റ് ഓഫ് ships. A train of wagons. A train of wagons. A valley of bullets. A valley of bullets. A box of cigarettes. A box of cigars. A bundle of stickers or hay. A bundle of stickers or hay. A set of tools. A set of tools. A bundle of flags. A bundle of flags. An army of soldiers. An army of soldiers. A catchy of jewels. A catchy of jewels. A string of pearls. A string of pearls. A quiver of arrows. A quiver of arrows. A bunch of keys. A bunch of keys. A hedge of bushes. A hedge of bushes. A cloud of dust. A cloud of dust. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. അപ്പോൾ ഷിപ്സിൽ എന്താണ്? ഷീറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഷിപ്പിൽ ഷീറ്റ് ഉണ്ട്. അടുത്ത ട്രെയിൻ ഓഫ് വാഗൺസ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, അതിൽ ഓരോ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വാഗൺസ്. വാലി ഓഫ് ബുള്ളറ്റ്സ്. വാലി ഓഫ് ബുള്ളറ്റ്സ്. പിന്നെ ബോക്സ് ഓഫ് സിഗാർസ്. അപ്പോൾ സിഗാർസൊക്കെ ഏതിലാണ്? സിഗരറ്റ് നമ്മുടെ ബോക്സിലാണ് അല്ലേ. അടുത്തത് ബണ്ടിൽ ഓഫ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു ബണ്ടിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട് എന്ന് പറയാം അല്ലേ. അതുപോലെ ഹേ ആണെങ്കിൽ ബണ്ടിലായിട്ടാണ് അല്ലേ കാണുക. വൈക്കോലൊക്കെ നമുക്ക് എങ്ങനെ കാണുക? ബണ്ടിലായിട്ടാണ്. ഓക്കെ, അതുപോലെ സെറ്റ് ഓഫ് ടൂൾസ്. അപ്പോൾ ടൂൾസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സെറ്റായിട്ടായിരിക്കും മേടിക്കുക. ഓക്കെ, അടുത്ത ബണ്ടിങ് ഓഫ് ഫ്ലാഗ്സ്. ഓക്കെ, ബണ്ടിങ് ഓഫ് ഫ്ലാഗ്സ്. ചിലതൊക്കെ നമ്മളങ്ങനെ ഒരു ഫ്ലുവൻസിയിൽ അങ്ങനെ പഠിച്ചു പോവാം. അടുത്ത ആർമി ഓഫ് സോൾജേഴ്സ്. ഓക്കെ, അത് കിട്ടി. അടുത്ത ക്യാച്ച് ഓഫ് ജ്വൽസ്. എന്താണ്? നല്ല അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ജ്വല്ലറി യൂസ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ക്യാച്ച് ഓഫ് ജ്വൽസ്. അടുത്ത സ്ട്രിങ് ഓഫ് പേൾസ്. സ്ട്രിങ് ഓഫ് പേൾസ്. ക്യൂർ ഓഫ് ആരോസ്. ബഞ്ച് ഓഫ് കീസ്. എന്താണ്? ബഞ്ച് കൊലയായിട്ട് ഉണ്ടെങ്കിലാണ് കീസ് അങ്ങനെയാണ് കാണപ്പെടുക എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ഹെഡ്ജ് ഓഫ് ബുഷസ്. ഹെഡ്ജ് ഓഫ് ബുഷസ്. ബുഷിൻ്റെ എഡ്ജ് അങ്ങനെ കണക്ട് ചെയ്യാം. അടുത്തത് ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. അപ്പം മേഘത്തിലൊക്കെ നിറയെ പൊടിപടലങ്ങളാണ് അല്ലേ. അപ്പോൾ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കുറേ എണ്ണമൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് കഴിയും. ഒന്നുകൂടെ നോക്കാം. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. എ ട്രെയിൻ ഓഫ് വാഗൻസ്. എ ട്രെയിൻ ഓഫ് വാഗൻസ്. എ വാലി ഓഫ് ബുള്ളറ്റ്സ്. എ വാലി ഓഫ് ബുള്ളറ്റ്സ്. എ ബോക്സ് ഓഫ് സിഗാർസ്. എ ബോക്സ് ഓഫ് സിഗാർസ്. എ ബണ്ടിൽ ഓഫ് സ്റ്റിക്കേഴ്സ് or hay. A bundle of stickers or bundle of hay. A set of tools. A set of tools. A bundle of flags. A bundle of flags. An army of soldiers. An army of soldiers. A catchy of jewels. A catchy of jewels. A string of pearls. A string of pearls. A quiver of arrows. A quiver of arrows. A bunch of keys. A bunch of keys. A hedge of bushes. A hedge of bushes. A cloud of dust. A cloud of dust. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൈമായിട്ട് നമുക്കൊന്ന് പഠിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓർത്ത് പഠിച്ച് മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലാസ് ഇതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് കണക്റ്റഡ് ഫാക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.